നമ്മൾ ഇത്രയും നേരം GPCRന്റെ ജനറൽ സ്ട്രക്ചറും അതിന്റെ ജനറൽ മെക്കാനിസം ആണ് പറഞ്ഞത് സെല്ലില്. അതിന്റെ ഇത് ദെൻ ഒരു പർട്ടിക്കുലർ സിഗ്നൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് എപ്പിനെഫ്രിൻ ആണ് വന്നതെന്ന് വിചാരിക്കുക. അതിന്റെ റിസപ്റ്റർ എന്ന് പറയുന്നത് GPCRs ആണ്. മമേലിയൻ സെൽസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സെൽസിലും പല ഡിഫറെന്റ് GPCRs റിസപ്റ്റേഴ്സ് എപ്പിനെഫ്രിന് വേണ്ടി കാണാറുണ്ട്. ഇനി എപ്പിനെഫ്രിന്റെ ഫംഗ്ഷൻ എന്താണ്? മീഡിയേറ്റിംഗ് ദ ബോഡീസ് റെസ്പോൺസ് ടു സ്ട്രെസ് വരുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ. അവരെന്താ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗ്ലൂക്കോസ്, അപ്പൊ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ കൂടുതൽ ATP വേണം. ATP എങ്ങനെ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? ഒന്നിൽ ATP ഏതൊക്കെ രീതിയിൽ ATP നമുക്ക് ബോഡിയിലോട്ട് കിട്ടാം? 2 രീതിയിൽ കിട്ടാം. ഒന്നിലോ ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്തിട്ട് അല്ലേ? ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോജനോലൈസിസ്. ഓർ എങ്ങനെ കിട്ടാം? ഫാറ്റി ആസിഡ് മെറ്റാബോളിസം അല്ലേ? ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ വഴിയോ അല്ലാന്നുണ്ട് വെച്ചാൽ ഗ്ലൈക്കോജനോളിസിസ് വഴിയോ നമുക്ക് ATP കിട്ടും. അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ കുറെ നേരത്തേക്ക് ഗ്ലൈക്കോജനോളിസിസ് മതിയാവും. കൂടുതൽ നമുക്ക് എനർജി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ. അപ്പൊ ഇതിന് സെല്ലിനെ ഇൻഡ്യൂസ് ചെയ്യിക്കാനായിട്ട്, ഇത് രണ്ടും ചെയ്യാനായിട്ട് ATP വേണം നമുക്ക് കൂടുതൽ. അപ്പൊ ഈ 2 പ്രോസസ്സുകളും സെല്ലിന് ചെയ്യണമെന്ന് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ. Then the liberation of glucose or fatty acid is triggered by binding of epinephrine to beta-adrenergic receptors on the surface of hepatic cells and adipose cells. Then the liberation of glucose or fatty acid can be triggered by എങ്ങനെയാണ് ഈ ലിബറേറ്റ് ചെയ്യുന്നത്? ഗ്ലൈക്കോജനോലൈസിസ് ഓർ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഇത് തുടങ്ങണം. എങ്ങനെയാണ് അത് തുടങ്ങണത്? ബൈ ദ ബൈൻഡിങ് ഓഫ് എപ്പിനെഫ്രിൻ ടു, അതായത് സിഗ്നലാണിത്, ടു പർട്ടിക്കുലർ റിസപ്റ്റർ. പ്രധാനമായിട്ട് എപ്പിനെഫ്രിന്റെ പ്രധാനപ്പെട്ട ഒരു റിസപ്റ്ററാണ് ബീറ്റാ അഡിനർജിക് റിസപ്റ്റേഴ്സ്. ബീറ്റാ അഡിനർജിക് റിസപ്റ്റേഴ്സ് പ്രസന്റ് ഓൺലി എവിടേക്കാണ് ഇത് കാണുന്നത്? ഈ റിസപ്റ്റേഴ്സ് കാണുന്നത് ഒരെണ്ണം എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് സെൽസ് ദാറ്റ് ഈസ് ലിവർ സെൽസ്. പിന്നെ അടുത്തത് കാണുന്നത് അഡിപ്പോസ് സെൽസ്. ഇവിടേക്ക് എന്താണ്? ബീറ്റാ അഡിനർജിക് റിസപ്റ്റേഴ്സ്. അപ്പൊ എപ്പിനെഫ്രിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എപ്പിനെഫ്രിൻ ഉടനെ തന്നെ ഈ പർട്ടിക്കുലർ സെൽസിന്റെ അങ്ങോട്ട് പോവുകയും അവിടെ ചെന്ന് ബീറ്റാ അഡിനർജിക് റിസപ്റ്ററുകൾ ബൈൻഡ് ചെയ്യുകയും അതെന്ത് ഫേവർ ചെയ്യും? ഗ്ലൈക്കോജനോലൈസിസ് ആൻഡ് ഫാറ്റി ആസിഡ് ഓക്സിഡേഷനെ ഫേവർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ATP. ഇനി സെയിം എപ്പിനെഫ്രിൻ തന്നെ ഹാർട്ട് സെൽസിൽ പോയിട്ടാണ് ബൈൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഹാർട്ട് സെൽസിലത്തെ ബീറ്റാ അഡിനർജിക് റിസപ്റ്റേഴ്സിലാണ് ബൈൻഡ് ചെയ്തതെന്ന് വിചാരിക്കുക. അതിന്റെ എഫക്റ്റ് വേറെയാണ്. മനസ്സിലായി? ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഗ്ലൈക്കോജനോലൈസിസ് ആൻഡ് ഫാറ്റി ആസിഡ് ഓക്സിഡേഷനെയാണ് ഫേവർ ചെയ്യണത് എന്ന് പറഞ്ഞു. ദെൻ ഇഫ് ദ എപ്പിനെഫ്രിൻ ബൈൻഡ് ടു ദ ബീറ്റാ അഡിനർജിക് റിസപ്റ്റേഴ്സ് ഓൺ ദി ഹാർട്ട് സെൽസ്, എന്താണ് ചെയ്യുക? ഇറ്റ് increases the heart rate or contraction rate. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ടിഷ്യൂസിലേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഹാർട്ട് സെൽസിലാണെന്നുണ്ടെങ്കിൽ. then it is in the case of intestineലുള്ള ബ്ലഡ് വെസൽസില് ഉണ്ടാക്കിയത് സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് ബ്ലഡ് വെസൽസ്. അപ്പൊ ഇൻഡസ്റ്റൈനിന്റെ അവിടെയുള്ള ബ്ലഡ് വെസൽസിലെ സ്മൂത്ത് മസിൽസില് ഉള്ള ബീറ്റാ അഡിനർജിക് റിസപ്റ്റേഴ്സ്
present on the smooth muscles of blood vessels of intestine. Intestine ആണെന്നുണ്ടെങ്കിൽ എന്താണ്? causes them to relax. എപ്പിനെഫ്രിൻ സെയിം എപ്പിനെഫ്രിൻ തന്നെ ഇൻഡസ്റ്റൈനിലാണ് അതിൻ്റെ എഫക്റ്റ് എന്നുണ്ടെങ്കിൽ എന്താണ്? അത് റിലാക്സ് ചെയ്യാണ് ചെയ്യുക. മനസ്സിലായി? റിലാക്സ് ചെയ്യാനാണ് ഫേവർ ചെയ്യുക. Then epinephrine when bind to alpha adrenergic receptors. ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് എവിടേക്കാണ് കാണുന്നത്? സ്മൂത്ത് മസിൽസിലാണ് കാണുന്നത്. ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് കൂടുതലായിട്ടും കാണുന്നത് സ്മൂത്ത് മസിൽസ് ഓഫ് ബ്ലഡ് വെസൽസ് തന്നെയാണ് കേട്ടോ. ഇനി എവിടെയുള്ള സ്മൂത്ത് മസിൽസിലാക്കിയാണ്? ബ്ലഡ് വെസൽസ് ലൈനിങ് ദി ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, സ്കിൻ, കിഡ്നി. ഈ ഇങ്ങനെയുള്ള ഓർഗൻസിനെ കവർ ലൈൻ ചെയ്തിരിക്കുന്ന ബ്ലഡ് വെസൽസിലത്തെ ചുറ്റുള്ള സ്മൂത്ത് മസിൽസ് ഉള്ള ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിലാണ് എപ്പിനെഫ്രിൻ ചെന്ന് ബൈൻഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ എന്താണ്? കോസസ് ദ ആർട്ടറീസ് ടു കൺസ്ട്രിക്റ്റ്. അപ്പൊ എന്താണ്? ആ ആർട്ടറീസ് അവിടെ കൺസ്ട്രിക്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ എന്താണ്? അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ കട്ട് ഓഫ് ചെയ്യാണ്. മനസ്സിലായില്ലേ? ബ്ലഡ് വരാതിരിക്കുക ചെയ്യാം. ആൽഫ അഡ്രിനർജിക് റിസപ്റ്ററിലാണ് ചെന്ന് ബൈൻഡ് ചെയ്തെന്നുണ്ടെങ്കിൽ, ബീറ്റ അഡ്രിനർജിക്കിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? കൺട്രാക്ഷൻ റേറ്റ് ഹാർട്ടിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? കൺട്രാക്ഷൻ റേറ്റ് കൂട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇനി അതിപ്പോൾ ഓരോ സെല്ലിലും എപ്പിനെഫ്രിൻ്റെ എഫക്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇനി ആൽഫ അഡ്രിനർജിക് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൽഫ 1 അഡ്രിനർജിക് ഓരോന്നിനും ഓരോ ഇതിപ്പോൾ ആൽഫ 1 ഇതിനെ കപ്പിൾ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ GPCRസിനെ കപ്പിൾ ചെയ്തിട്ട് എന്തുണ്ട്? ട്രൈമറിൻ G പ്രോട്ടീൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിനോട് ചേർന്നിട്ട് ഇഫക്റ്റാ പ്രോട്ടീൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഓരോന്നിൻ്റെ ഇഫക്റ്റാ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇതിൽ ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ആണെങ്കിൽ അത് കപ്പിൾ ചെയ്ത് കാണുന്നത് G ആൽഫ Q പ്രോട്ടീൻ ആണ്. മനസ്സിലായില്ലേ? ആൻഡ് വിച്ച് ആക്ടിവേറ്റ് ദി ഇഫക്റ്റാർ വേറൊരു പ്രോട്ടീനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഫോസ്ഫോലിപ്പേസ് C. ഇതാണ് ഈ പർട്ടിക്കുലർ ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഒരു അനദർ G പ്രോട്ടീനാണ് G ആൽഫ Q. അത് എന്തിനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഫോസ്ഫോലിപ്പേസ് C. ഫോസ്ഫോലിപ്പേസ് C when activated it generates second messengers. 2 ടൈപ്പ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ ജനറേറ്റ് ചെയ്യിക്കണം. എന്തൊക്കെയാണ്? ഒന്ന് ഡൈ അസൈൽ ഗ്ലിസറോൾ ആൻഡ് IP3 ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്. അപ്പം ഇത് ഒരുപാട് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് കൊണ്ടുവരുന്നതാണ് ഈ 2 സെക്കൻഡ് മെസ്സഞ്ചേഴ്സും. വെൻ ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റർ ആണ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ G പ്രോട്ടീനും മാറി, ഇഫക്റ്റാ പ്രോട്ടീനും മാറി. ആൽഫ 2 അഡ്രിനർജിക് റിസപ്റ്റർ ആണെങ്കിൽ, വെൻ ഇറ്റ് ഈസ് ആൽഫ 2 അഡ്രിനർജിക് റിസപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ G പ്രോട്ടീൻ എന്ന് പറയുന്നത് G ആൽഫ I. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇൻഹിബിറ്റ് അഡിനൈൽ സൈക്ലേസ്. ഇതിൻ്റെ ഫങ്ഷൻ അതാണ്. വെൻ ഇറ്റ് ഈസ് ബീറ്റ അഡിനർജിക് റിസപ്റ്റേഴ്സ്, രണ്ടെണ്ണം ഉണ്ട്. ബീറ്റ അഡിനർജിക് റിസപ്റ്റേഴ്സ് അഗൈൻ ബീറ്റ 1 ആൻഡ് ബീറ്റ 2. അത് കപ്പിൾ ചെയ്യുന്ന G പ്രോട്ടീൻ എന്ന് പറയുന്നത് G സ്റ്റിമുലേറ്ററി പ്രോട്ടീൻ, അതായത് G ആൽഫ S. കുറച്ചുകൂടി നമുക്ക് അക്യുറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും G ആൽഫ. അതായത് ഇതിൻ്റെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് G ആൽഫ S. അതായത് ആൽഫ സബ് യൂണിറ്റ് ചെന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യും. ആരെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഇഫക്റ്റാർ പ്രോട്ടീൻ അഡിനൈൽ
സൈക്ലേസ്. അതിനെ പോയിട്ട് ആക്ടിവേറ്റ് ഇഫക്റ്റാർ പ്രോട്ടീൻ ആയിട്ടുള്ള അഡിനിലൈൻ സൈക്ലേസിനെയാണ് ജി ആൽഫ സബ് യൂണിറ്റ് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സ്റ്റിമുലേറ്ററി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ അഡിനിലിൻ സൈക്ലേസ് ആണ് ആക്ടിവേറ്റഡ് ആയെന്നുണ്ടെങ്കിൽ വിച്ച് ഇൻ ടേൺ ആക്ടിവേറ്റ് എന്ത് ചെയ്യും? ATP to CAM, ഫോർമേഷൻ ഓഫ് CAMP. അതായത് ATP എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താണ്? ATPനെ CAMP ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇനി CAMPs ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ CAMPയുടെ ഫംഗ്ഷൻ എന്താ? സൈക്ലിക് AMP വിച്ച് ഇൻ ടേൺ ആക്ടിവേറ്റ് എ CAMP ഡിപ്പെൻഡന്റ് പ്രോട്ടീൻ കൈനേസ്. അഡിനൈൻ സൈക്ലേസ് എന്താ പറഞ്ഞിപ്പോ? ATPനെ CAMP ആക്കി മാറ്റും. CAMP വേറെ ഒരു പ്രോട്ടീൻ കൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CAMP ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എൻസൈമാണ്. അത് ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ കൈനേസിനെ ആക്റ്റീവ് ആക്കി മാറ്റും. ഇനി പ്രോട്ടീൻ കൈനേസ് ഈസ് എ ടെട്രാമർ. അതായത് പ്രോട്ടീൻ കൈനേസ് ഇനാക്റ്റീവ് സ്റ്റേജ് ആയിരിക്കുന്ന സമയത്ത്, പ്രോട്ടീൻ കൈനേസ് വെൻ ഇറ്റ് ഈസ് ഇൻ ദി ഇനാക്റ്റീവ് സ്റ്റേജ് ആയിരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ടെട്രാമറാണ്. ടെട്രാമറായിട്ടായിരിക്കുന്നത്. അതിന് 2 regulatory subunit and consists of 2 catalytic subunit. അത് നമുക്ക് ആ സീന് ഡിനോട്ട് ചെയ്യാം. ഇനി regulatory subunit consists of pseudo substrate sequence that bind to active site of catalytic domain. ഇനാക്റ്റീവ് പ്രോട്ടീൻ കൈനേസിൻ്റെ സ്ട്രക്ചറാണ് അവിടെ വരച്ചു വെച്ചിരുന്നത്. അതിൽ 2 റെഗുലേറ്ററി യൂണിറ്റും ഉണ്ട്, 2 കാറ്റലിറ്റിക് സബ് യൂണിറ്റ്സും ഉണ്ട്. അതാണിത്. ഇറ്റ് ഈസ് ദ റെഗുലേറ്ററി യൂണിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദി കാറ്റലിറ്റിക്. റെഗുലേറ്ററി യൂണിറ്റ് കാറ്റലിറ്റിക് യൂണിറ്റിൻ്റെ അവിടെയായിട്ട് ചെന്ന് ബൈൻഡ് ചെയ്തിരിക്കുക. ഇത് സ്യൂഡോ സബ്സ്ട്രേറ്റ് സീക്വൻസ് ആണ്. ഇതിൽ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് കാറ്റാലിസിസ് നടത്താതിരിക്കാൻ വേണ്ടി കാറ്റലിറ്റിക് യൂണിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ഇവിടെ റെഗുലേറ്ററി യൂണിറ്റ് ചെയ്യുന്നത്. CAMP ആബ്സെൻ്റ് ആയിരിക്കുമ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു പൊസിഷനിലായിട്ട് ഇരിക്കുക. വെൻ എപ്പിനെഫ്രിൻ വന്നു വിചാരിക്കുക. എപ്പിനെഫ്രിൻ വന്നിട്ട് എന്താണ് ഇഫക്റ്റാർ പ്രോട്ടീൻ ആയിട്ടുള്ള അഡിനൈൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യിച്ചു. അഡിനൈൽ സൈക്ലേസ് ഇൻ ടേൺ കൺവേർട്ട് ATP ടു CAMP. ATPനെ CAMP ആക്കി. CAMP ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ കൈനേസിനെ ആക്റ്റീവ് ആക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. അത് എങ്ങനെയാണ് ആക്കുന്നത് എന്നാണ് പറയാം. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പ്രോട്ടീൻ കൈനേസ് ഓൾറെഡി ഇങ്ങനെ ഇരിക്കുന്നത്. വെൻ CAMP വരികയാണെന്ന് വിചാരിക്കുക. CAMP വെൻ റിലീസ് ഇൻ ടു സെൽ. CAMP സെല്ലിലോട്ട് വരികയാണെന്ന് വിചാരിക്കുക. അതായത് CAMP വെൻ presence of CAMP in the cell, inactive pKa is turned on binding to CAMP. CAMP ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അത് ടേൺഡ് ഓൺ ആവും. അപ്പോൾ എങ്ങനെയാണ് ഇതാവണത്? ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള കാറ്റലിറ്റിക് ഡൊമെയിൻ എന്ന് പറയുന്നത് ഇവിടുന്ന് റിലീസ് ചെയ്ത് പോകും. മനസ്സിലായില്ലേ? കാറ്റലിറ്റിക് ഡൊമെയിൻ ഇതിന്ന് മാറിപ്പോകും. കാറ്റലിറ്റിക് ഡൊമെയിൻ ഇവിടുന്ന് നോർമലായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് പോകണോട് കൂടിയിട്ട് എന്തുണ്ടാവും? കാറ്റലിറ്റിക് ഡൊമെയിൻ ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് പോയി. അത് ഈ ഒരു പർട്ടിക്കുലർ എന്താണ് CAMP എന്ത് ചെയ്യും? ഇനാക്റ്റീവ് പ്രോട്ടീൻ കൈനേസിനെ ആക്റ്റീവ് ആക്കണം. അപ്പം എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് ഈ പർട്ടിക്കുലർ ഇതാണ് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് ഡൊമെയിൻ ഓഫ് ദ എൻസൈം. ഇതിവിടെ വന്നിട്ട് സബ്സ്ട്രേറ്റ് CAMP വന്ന് ബൈൻഡ് ചെയ്യണം. മനസ്സിലായില്ലേ? ഒരു സബ്സ്ട്രേറ്റിൽ പർട്ടിക്കുലറായിട്ട് 4 CAMP വന്ന് ബൈൻഡ് ചെയ്തു ഒരു എൻസൈമിൽ. അപ്പം എന്താണ്? ഇത് ആക്റ്റീവ് ആവും.
വിത്തൗട്ട് ഈ രണ്ടെണ്ണം ഇവിടുന്ന് വെളിയിലോട്ട് റിലീസ് ചെയ്ത് പോകുമ്പോൾ തന്നെ എന്താണ്, ഈ 4 ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. റിസൾട്ട് എന്താണ്, ഈ പർട്ടിക്കുലർ ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ആവും. ഇത് പ്രോട്ടീൻ കൈനേസ് എ. ദെൻ പ്രോട്ടീൻ കൈനേസ് എ ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രോട്ടീൻ കൈനേസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, കൈനേസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ദാറ്റ് ഫോസ്ഫോറിലേറ്റ് പർട്ടിക്കുലർ പ്രോട്ടീൻ. ദേ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. സാധാരണ അത് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സെറിൻ ഓർ ത്രിയോണിൻ റെസിഡ്യൂസ് ആണ്. പ്രോട്ടീൻസിൻ്റെ സെറിൻ ഓർ ത്രിയോണിൻ റെസിഡ്യൂസിൽ പോയിട്ടാണ് പ്രോട്ടീൻ കൈനേസ് എ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത്രയും നമുക്ക് ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ GPC ഒരു ബേസിക് ആയിട്ടുള്ള GPCR റിസപ്റ്ററിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ. അതൊരു എക്സാമ്പിൾ വെച്ച് പറയണം. വെൻ ഒരു സ്ട്രെസ് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പം എന്താണ്, എപ്പിനെഫ്രിൻ റിലീസ് ചെയ്തു. അതേത് ബീറ്റ അഡിനർജിക് റിസപ്റ്റർ ദാറ്റ് പ്രസന്റ് ഇൻ ദി ഹെപ്പാറ്റിക് സെൽസ് ഓർ അഡിപ്പോസ് സെൽസിൻ്റെ അവിടെയുള്ള ബീറ്റ അഡിനർജിക് റിസപ്റ്റേഴ്സിൽ നിന്ന് ബൈൻഡ് ചെയ്യണം. അപ്പം എന്താണ്, അത് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് G പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. പ്രൈമറി G പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. G-alpha-S subunit bind to the effector protein. അതെവിടെയാണ്, കുറച്ച് മാറിയിരുന്നുണ്ടായിരുന്നേ. അഡിനിലൈൻ സൈക്ലേസ് ഇതിൽ മാറിയിരുന്നുണ്ടായിരുന്നില്ല. ഇനാക്റ്റീവ് ആയിട്ടുള്ള അഡിനിലൈൻ സൈക്ലേസിനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. വിച്ച് ഇൻ ടേൺ ആക്ടിവേറ്റ് ഓർ കൺവേർട്ട് എന്ന് പറയാം. എന്താണ്, ATPനെ CAMP ആക്കും. ഓക്കെ, convert ATP to CAMP. CAMP when released into the cell. CAMP സെല്ലിലോട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ കൈനേസ് ഓൾറെഡി ഇനാക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എങ്ങനെ ഇനാക്ടിവേറ്റ് ചെയ്തേ, റെഗുലേറ്ററി യൂണിറ്റ് കാറ്റലിറ്റിക് യൂണിറ്റുമായിട്ട് നിന്ന് ബൈൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ്, സബ്സ്ട്രേറ്റിന് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. വെൻ CAMP ഇവിടെ വന്ന സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന അവസരത്തിൽ കാറ്റലിറ്റിക് യൂണിറ്റ് മാറിപ്പോവുകയും പ്രോട്ടീൻ കൈനേസ് എന്ന് പറഞ്ഞാൽ ഈ എൻസൈം ആക്ടിവേറ്റഡ് ആവുകയും ചെയ്യും. ഇൻ ടേൺ ആക്ടിവേറ്റ് പ്രോട്ടീൻ കൈനേസ് എ. പ്രോട്ടീൻ കൈനേസ് എ ആക്ടിവേറ്റഡ് ആയി. നെക്സ്റ്റ് എന്താണ്, പ്രോട്ടീൻ കൈനേസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഫോസ്ഫോറിലേറ്റ് നമ്പർ ഓഫ് വേറെ കുറേ എൻസൈംസിനെ ഒരുമിച്ച് തന്നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി ഇത് ഈ പ്രോട്ടീൻ കൈനേസിന്റെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സെറിൻ അല്ലെങ്കിൽ ത്രിയോണിൻ റെസിഡ്യൂസിലാണ് പ്രോട്ടീൻ്റെ. വെൻ PKA ഈസ് ആക്റ്റീവ്, അതായത് പ്രോട്ടീൻ കൈനേസ് എ ഈസ് വെൻ ആക്റ്റീവ്. ഇറ്റ് ഈസ് ഇൻ ദി ആക്റ്റീവ് കണ്ടീഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിൻ്റെ ആക്ടിവിറ്റി എന്ന് അപ്പോൾ നമ്മളൊരു സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ ഫുള്ളായിട്ട് പറയുകയാണ് കേട്ടോ. വെൻ PKA ഈസ് ആക്റ്റീവ്, അത് ഫോസ്ഫോറിലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആരെയാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞില്ല. അത് നമുക്ക് എന്താണ് ഉദ്ദേശം, എന്താണ്, ഗ്ലൈക്കോജനോലൈസിസ് ആൻഡ് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ. ഗ്ലൈക്കോജനോലൈസിസ് കൊണ്ട് ATP ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്ലൈക്കോജനോളിസിസിൻ്റെ പോവാം, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, ഇറ്റ് ഫോസ്ഫോറിലേറ്റ് ദി എൻസൈം ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് കൈനേസ്. ഇറ്റ് ഫോസ്ഫോറിലേറ്റ് glycogen phosphorylase kinase. It also phosphorylate another enzyme, glycogen synthase. രണ്ടിനെയും ഒരുമിച്ച് ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഇനി ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേറ്റ് കൈനേസ് പി ആകുമ്പോൾ, അതായത് ഫോസ്ഫോറിലേറ്റഡ് സ്റ്റേജിൽ ഇത് ആക്റ്റീവാണ്. അതായത് ഈ എൻസൈം ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. ദെൻ ഈ എൻസൈമിൻ്റെ കേസിൽ ഗ്ലൈക്കോജൻ സിന്തേസ്
ഗ്ലൈക്കോജൻ സിന്തേസ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന ഫോസ്ഫോറിലേസ് ചെയ്യുമ്പോൾ ഇത് ഇനാക്റ്റീവ് ആവും. ഗ്ലൈക്കോജൻ സിന്തേസ് ഇനാക്റ്റീവ് ആയി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇനി ഗ്ലൈക്കോജൻ സിന്തസിസ് നടക്കില്ല. പിന്നെ എന്താണ് നടക്കുന്നത്? ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ pKa when active it phosphorylate two different enzyme, glycogen phosphorylase kinase and also glycogen synthase. അതിൽ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് കൈനേസ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവുകയും ഗ്ലൈക്കോജൻ സിന്തേസ് ഇനാക്റ്റീവ് ആവുകയും ചെയ്യും. ദെൻ ഇനി നമ്മൾ ഇതിൻ്റെ ഫേറ്റ് ആണ് പറയാൻ പോകുന്നത്. വെൻ GPK ഈസ് ആക്റ്റീവ്, GPK ആക്റ്റീവ് ആവുന്ന സമയത്ത് എന്താണ് അതിൻ്റെ നെക്സ്റ്റ്? GPK അതായത് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് കൈനേസ് ആക്ടിവേറ്റ് ഓർ ഫോസ്ഫോറിലേറ്റ് glycogen phosphorylase enzyme. Okay, glycogen phosphorylase kinase phosphorylate എന്താണ്? glycogen phosphorylase. അപ്പം എന്തായും? glycogen phosphorylase P ആവും. അപ്പം ഇതെന്താണ്? ഇത് ആക്ടിവേറ്റഡ് ആയി. ദെൻ GPP ഇടാം. GPP ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേറ്റ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ എൻസൈം എന്ത് ചെയ്യും? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കും. അല്ലേ? ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? N ഗ്ലൂക്കോസ് ഉള്ളതാണ്. ഒരുപാട് നമ്പർ ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ചേർന്നതാണ് അതെന്താണ്? ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആയിട്ട് റിലീസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഇനി ഈ പ്രോസസ്സ്? ഇപ്പം എത്ര ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് മോളിക്യൂൾ വേണം? ATP ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ നീഡ് കഴിഞ്ഞു, സെല്ലിന് ആവശ്യം ATPയുടെ ആവശ്യം കഴിഞ്ഞു എന്നുണ്ടെങ്കിലോ എൻ്റെ പ്രോസസ് ഈസ് റിവേഴ്സ്ഡ്. വെൻ എപ്പിനെഫ്രിൻ ഈസ് റിമൂവ്ഡ്, എപ്പിനെഫ്രിൻ അതിൻ്റെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് ആവുന്നു. അതായത് CAMP ലെവൽ എന്ന് പറയുന്നത് കുറയും. അപ്പം നോർമലായിട്ട് CAMP ആവശ്യത്തില്ലെങ്കിൽ എന്തുണ്ടാവും? PKA എന്ന് പറയുന്നത് PKA ഇനാക്റ്റീവ് ആവും. PKA ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോസസ്സുകൾ PKA ആക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ പ്രോസസ്സുകളൊക്കെ നടന്നത്. അപ്പോൾ PKA ഇനാക്റ്റീവ് ആകുമ്പോൾ ഈ പ്രോസസ്സുകളൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഇത് റിവേഴ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ക്യാരി ചെയ്യാനായിട്ട് റിവേഴ്സ് പ്രോസസ്സുകൾ ഈ പർട്ടിക്കുലർ പ്രോസസ്സ് ഇപ്പോൾ എപ്പിനെഫ്രിൻ്റെ റിവേഴ്സ് പ്രോസസ്സ്, അതായത് എപ്പിനെഫ്രിൻ റിലീസ് ചെയ്ത് പോയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഗ്ലൈക്കോജനോലൈസിസ് വേണ്ട. ഇനിയുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പ്രോസസ്സ് മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമാണ് ഫോസ്ഫോപ്രോട്ടീൻ ഫോസ്ഫറ്റേസ്. വളരെ സിമ്പിളാണ് ഇത് ആലോചിക്കാൻ. അതായത് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന എൻസൈമിനെ നമ്മൾ കൈനേസ് എന്ന് പറഞ്ഞു. ദെൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യല്ലേ വേണ്ടത് ഇതിനൊക്കെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് വന്നൊക്കെയല്ലേ. അതിനെ റിമൂവ് ചെയ്യുന്ന എൻസൈമാണ് ഫോസ്ഫറ്റേസ്. വെൻ ഫോസ്ഫോപ്രോട്ടീൻ ഫോസ്ഫറ്റേസ് ഈസ് ആക്റ്റീവ് ദെൻ അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യല്ലേ വേണ്ടത്. ഫോസ്ഫറ്റേസ് എന്നതാണ് കേട്ടോ. ദാറ്റ് റിമൂവ്സ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കിട്ടിയിരിക്കുന്ന എൻസൈം ഏതായിരുന്നു? GPKP എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ GPKP എന്ത് ചെയ്യത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്തിട്ട് GPK ആക്കി മാറ്റി. ഇത് ആക്റ്റീവായിരുന്നു, ഇത് ഇനാക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഇനാക്റ്റീവ് ആക്കി. ദെൻ പിന്നെ ഇത് ഏതിനെയാണ് ഇതാക്കിയിട്ടുണ്ടായിരുന്നേ? ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് P ആയിട്ട് നിൽക്കുമായിരുന്നു. അതിനെ അഗെയിൻ GP ആക്കി. അപ്പം എന്താണ്? ഇതും ഇനാക്റ്റീവ് ഫോം ആവും. ഇത് ആക്ടിവേറ്റഡ് ആയിരുന്നു. ഈ
ഫോസ്ഫറ്റേസ് വന്നപ്പോൾ അത് ഇനാക്റ്റീവ് ഫോമായി. ദെൻ പിന്നെ അത് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഏതായിരുന്നു? GS ആയിരുന്നു. അതായത് ഗ്ലൈക്കോജൻ സിന്തേസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. ഗ്ലൈക്കോജൻ സിന്തേസ് ഒരു പ്രധാനപ്പെട്ട കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഗ്ലൈക്കോജൻ സിന്തേസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനാക്റ്റീവ് ആവും. അത് മാത്രമേ നമുക്കത് കൂടുതൽ പഠിക്കാറുള്ളൂ. അപ്പം എന്താണ് അത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നിന്ന് റിമൂവ് ചെയ്തു. അപ്പം എന്താണ്? ഇത് ആക്റ്റീവായി. എല്ലാത്തിനും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫോസ്ഫേറ്റേസിന്റെ കണക്ക്. അപ്പം എന്താണ്? അത് ആക്റ്റീവായി. GS ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ GS എന്ത് ചെയ്യും? GS ഈസ് ഗ്ലൈക്കോജൻ സിന്തേസ് ആണ് അല്ലേ? അപ്പൊ ഗ്ലൈക്കോജൻ സിന്തേസിന്റെ ഫംഗ്ഷൻ എന്താ? ഓൾറെഡി ഉള്ള ഗ്ലൈക്കോജൻ മോളിക്യൂളിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? UDP ഗ്ലൂക്കോസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് എന്താണ്? ഗ്ലൈക്കോജന്റെ നമ്പർ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഗ്ലൈക്കോജൻ N ആയിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഗ്ലൈക്കോജനെ N+1 ആക്കി മാറ്റും എന്നുള്ളതാണ് ഗ്ലൈക്കോജൻ സിന്തേസിന്റെ ഫംഗ്ഷൻ. അപ്പൊ എന്താണ്? ഗ്ലൈക്കോജൻ സിന്തേസിനെ ഇവിടെ ആക്ടിവേറ്റഡ് ആക്കി എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടാ. ഫോസ്ഫറ്റേസ് എൻസൈം. ഈ ഫോസ്ഫോ അല്ലെങ്കിൽ പ്രോട്ടീൻ ഫോസ്ഫറ്റേസ് ഓർ PP നമുക്ക് കുറച്ചും കൂടി സിമ്പിളർ ആയിട്ട് ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിൽ PP ഈസ് റെഗുലേറ്റഡ് ബൈ PKA. PKA ആണ് ശരിക്കും PP-നെ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന്. നോർമലായിട്ട് PP-യുടെ ഇൻഹിബിറ്റർ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുകയായിരിക്കുന്നത്. സെല്ലിന് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുകയായിരിക്കും. ഇൻഹിബിറ്റർ ഓഫ് PP എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിരിക്കും. പക്ഷേ CAMP-യുടെ ലെവല് ഹൈ ലെവൽ ഓഫ് CAMP വെൻ പ്രസന്റ് ഇൻ ദ സെല്ലിൽ ഒരുപാട് CAMP ലെവല് കൂടുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് പ്രോട്ടീൻ CAMP കൂടിക്കഴിഞ്ഞാൽ CAMPക്ക് ആകെ കൂടെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ മനസ്സിലാക്കുക. പ്രോട്ടീൻ കൈനേസിനെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് CAMPയുടെ ഫംഗ്ഷൻ. വൺ ഓഫ് ദ മേജർ ഫംഗ്ഷൻ ആണിത്. അപ്പോൾ പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അത് പ്രോട്ടീൻ കൈനേസ് എന്തൊക്കെയാണ്? പ്രോട്ടീൻ കൈനേസ് അത് ഫോസ്ഫോറിലേറ്റ് ചെയ്യണം. ഈ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് എൻസൈംസിനെ അത് ഫോസ്ഫോറിലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് GPK-നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും, GS-നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും, GP-നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. ഇതോടുകൂടിയിട്ട് ഒരു ഇൻഹിബിറ്ററി പ്രോട്ടീൻ PP-യുടെ ഇൻഹിബിറ്ററി പ്രോട്ടീൻ ആയിരുന്നു, അതിനെ ചെന്ന് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ നോർമലായിട്ട് എന്ത് ചെയ്യും? PP-നെ ഇനാക്റ്റീവ് ആക്കി മാറ്റും. എന്താണ്? ഈ ഇൻഹിബിറ്ററി പ്രോട്ടീൻ ആക്ടിവേറ്റഡ് ആവുകയും ഈ ഇൻഹിബിറ്ററി പ്രോട്ടീൻ PP-നെ പോയിട്ട് ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ അത് ഇനാക്റ്റീവായിട്ട് മാറുകയും ചെയ്യും. അപ്പം നോർമൽ സെല്ലിലാണെന്നുണ്ടെങ്കിലോ PP ആക്റ്റീവായിട്ടായിരിക്കും ഇരിക്കുക. അതായത് വെറുതെ ഗ്ലൂക്കോസ് ചിലവാക്കി കളയേണ്ട കാര്യമില്ല. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ സെല്ലിൻ്റെ ഫങ്ഷൻ. പക്ഷേ ഇൻ കേസ് നമുക്കൊരു ATP അല്ലെങ്കിൽ എനർജിയുടെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ പർട്ടിക്കുലർ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നടക്കും. മനസ്സിലായില്ലേ? ഇത്രയാണ് എപ്പിനെഫ്രിൻ പർട്ടിക്കുലർ എക്സാമ്പിളായിട്ട് നടക്കുന്ന സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ.